അർത്ഥസത്യങ്ങളെ പൂർണ്ണ അസത്യങ്ങളാക്കി മാറ്റുകയും പൂർണ്ണ സത്യങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ചെപ്പടി വിദ്യ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് CMRL എക്സാലോജിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസ്. ഇന്ന് ആ കേസിന്റെ അവസ്ഥ എന്താണ്? ആ കേസിൽ SFIO അന്വേഷണം നടക്കുകയാണ് ഒരു പരിധിയിൽ. എത്ര നാളായി അന്വേഷണം തുടങ്ങിയിട്ട് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇതിലെ ED അന്വേഷണത്തിന്റെ വരവ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള മാത്യു കുൽനാടന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഹർജികൾ, അത് ആദ്യം വിജിലൻസ് കോടതി തള്ളി, പിന്നീട് ഹൈക്കോടതി തള്ളി, അതിനുശേഷം സുപ്രീം കോടതിയും തള്ളി. അതും ഇല്ലാതെ പോയി. ചെമ്പിൽ സ്വർണം കടത്തിയ വാർത്ത നമ്മൾ ചർച്ച ചെയ്തത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങും എത്താതെ പോയി. ഖുറാനിൽ സ്വർണം കടത്തിയത് എങ്ങും എത്താതെ പോയി. എന്തിനേറെ ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി എന്നുള്ളത് എങ്ങും എത്താതെ പോയി. ഇപ്പോ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നത്. ആര് കട്ടു? ഉദ്യോഗസ്ഥരാണ് നിലവിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അർത്ഥസത്യങ്ങളെ പൂർണ്ണ സത്യങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു ചെപ്പടി വിദ്യയും പ്രചരണ രീതിയും നമ്മൾ കാണുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. സത്യം പറയാനുള്ള എല്ലാ അവകാശവും ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, സ്വർണം മോഷ്ടിച്ചതിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ ഉത്തരവാദികളായവരെ പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് വേണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. തുടർച്ചയായി സർക്കാരിനെതിരെ സമരങ്ങൾ തുടങ്ങുമ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് എങ്ങനെയാണ് പ്രതിപക്ഷം ഒരു ആയുധമാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു യുക്തിയില്ലായ്മയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്താണ്? ഇതിൽ ആരാണോ സ്വർണം കട്ടത് അവരെ പിടികൂടുക എന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷം ആദ്യം പറഞ്ഞു CBI അന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞു. CBI അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞ് നിയമസഭയിൽ തുടർച്ചയായിട്ട് അവർ പ്രതിഷേധമുണ്ടാക്കി. ആ സമയത്ത് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നു. ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങുമ്പോൾ അത് CBIക്ക് വിടണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. CBI എന്നു മുതലാണ് ഈ പ്രതിപക്ഷം വിശ്വസിച്ചു തുടങ്ങിയത്. CBIയെ കുറിച്ച് ഈ പ്രതിപക്ഷത്തിൻ്റെ ദേശീയ തലത്തിലെ നേതാക്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണോ നാളെ അവർ ഈ പ്രതിഷേധം നടത്താൻ പോകുന്നത്? അതാണ് ഇതിലെ യുക്തിയില്ലായ്മ. കോടതിയുടെ മേൽനോട്ടത്തിൽ SITയുടെ അന്വേഷണം നടക്കുമ്പോൾ എങ്ങനെയാണ് സഭ കൂടി CBI അന്വേഷണം വേണമെന്ന പ്രമേയം പാസാക്കാൻ കഴിയുക? കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു അന്വേഷണം പാതി വഴിയിൽ നിൽക്കുമ്പോൾ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ വരുന്നതിന് മുൻപ് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ കഴിയുക? യുക്തിസഹമായ ഒരു ആവശ്യമായിരുന്നു അത്. അതാണ് എൻ്റെ ചോദ്യം. ഇനി മുഖ്യമന്ത്രി പറയുന്നത് പോലെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ആ അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ, ഈ അന്വേഷണം ചിലരെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം CBI അന്വേഷണം ആവശ്യപ്പെടുന്നതല്ലേ അതിന്റെ യുക്തി? എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ പോയത്? അതാണ് ഒന്ന്. രണ്ട്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കെതിരെ കോടതിയുടെയോ ദേവസ്വം വിജിലൻസിന്റെയോ എന്തെങ്കിലും പരാമർശമുണ്ടോ? ഏതെങ്കിലും ഒരു പരാമർശം ഈ ദേവസ്വം മന്ത്രിക്കെതിരെയുണ്ടോ?